വെൽക്കം ടു ആർക്കേസ് ചാനൽ. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതാ നല്ല മഴ സീസണൊക്കെയാണ് അല്ലേ, എന്തെങ്കിലും ഇങ്ങനെ കറിമുറന്ന് തിന്നാൽ നല്ല രസം ഉണ്ടാവില്ലേ. സോ നമ്മൾ ഇന്ന് ഞാൻ കുറച്ച് ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതുകൊണ്ട് ഒരു പക്കോട ഉണ്ടാക്കാം. ഓക്കെ, വരും വീഡിയോയിലേക്ക് പോകാം. ഉള്ളിപ്പക്കോട ഉണ്ടാക്കാനായി ഇതവിടെ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഉള്ളിയുടെ ക്വാണ്ടിറ്റി അത് നിങ്ങൾക്ക് എത്ര വേണം അതിനനുസരിച്ച് കൂട്ടുക കേട്ടോ, കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പോൾ ആ ഉള്ളിയൊക്കെ നല്ല തിൻ സ്ലൈസായിട്ട് അരിയണം കേട്ടോ. അത് അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ നല്ല ഉള്ളിക്ക് നല്ല കാരമുണ്ട് കേട്ടോ, വെള്ളമൊക്കെ വന്നു കണ്ണിൽ വരുന്നുണ്ട്. ഓക്കെ, അതിനെ മുഴുവൻ അരിഞ്ഞ് നമ്മളൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ബൗളിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം അതിനെ ഒന്ന് നന്നായിട്ട് കൈ കൊണ്ട് തിരുമ്പുക. അതിൻ്റെ വെള്ളമൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരട്ടെ. നന്നായിട്ടൊന്ന് തിരുമ്പണം കേട്ടോ അതിനെ. ഇതിപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് തിരുമ്പി കഴിഞ്ഞു. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു സ്പൂൺ പെരിഞ്ജീരകം ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പെരിഞ്ജീരകം ആഡ് ചെയ്ത് നമ്മൾ അതിന് ശേഷം ഒരു സ്പൂൺ ചുവന്ന മുളക് പൊടിയൊക്കെ നിങ്ങൾക്ക് ഓപ്ഷനിലാണ്, കൂട്ട് കുറയ്ക്കുകയോ വേണ്ട വയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ നമ്മുടെ ഇഡ്ഡലി ദോശയുടെ മാവ് അതൊരു 2 സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, 2-3 സ്പൂൺ കേട്ടോ. അതൊരു നല്ല ഒരു എന്താ പറയുക സോഫ്റ്റ്നെസ് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ കടലമാവ് ഞാനൊരു 50 ഗ്രാം ഇടുന്നുണ്ട് കേട്ടോ. ഓക്കെ, അതിന് ശേഷം എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. വെള്ളം വേണ്ട കേട്ടോ, നമ്മൾ ഉള്ളി തിരുമ്പിയത് കൊണ്ട് ഇതൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ വെള്ളം ഒഴിക്കാതെ. അപ്പോൾ അതിന് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ അതിലേക്ക് ഞാൻ നമ്മുടെ പുതിന ഇല ഇട്ടിട്ടുണ്ട്, മല്ലിയിലയും ഇടാം. ഓക്കെ, പിന്നെ അതിലേക്ക് നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കണമെങ്കിൽ അവർക്ക് പനീറൊക്കെ ഇഷ്ടമാവുമല്ലോ, അതുകൊണ്ട് ഞാൻ പനീറും ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് പനീറൊക്കെ ഓപ്ഷനിലാണ്, വേണ്ടവർക്ക് ഇടാം കേട്ടോ. അതിലേക്ക് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായി യോജിപ്പിക്കുക. ഓക്കെ, നന്നായി യോജിപ്പിച്ച് നമ്മളതിനെ ഇനി വെള്ളം ഒഴിക്കരുത് കേട്ടോ. അപ്പം വീണ്ടും പ്രത്യേകം പറയുന്നുണ്ട്, ആ ഉള്ളിയിലുള്ള വെള്ളം തന്നെ മതിയാവും. ഓക്കെ, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്നവരും ഒക്കെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് നന്നായി കുഴച്ചെടുത്ത് കഴിഞ്ഞു. നമ്മളൊരു പാനിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ഉള്ളി കുറച്ചായിട്ട് വിതറി കൊടുക്കുക കേട്ടോ. ഉണ്ട പിടിക്കുകയോ കട്ട പിടിക്കുകയോ ഒന്നും വേണ്ട, അതങ്ങനെ ഒന്ന് വിതറി കൊടുത്താൽ മതി. വിതറി കൊടുത്തിട്ട് അതിനെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. സോ നമുക്ക് എല്ലാം അതേപോലെ ചെയ്തെടുക്കുക. ഇതിപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് വല്ല ഗസ്റ്റോ ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന്, വളരെ പെട്ടെന്ന് ടെൻഷനാവാതെ നമുക്ക് വേഗം ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് കേട്ടോ. അതും ഇപ്പം മഴക്കാലമൊക്കെ അല്ലേ, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഓക്കെ, സോ ഈ ഒരു സ്നാക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു ബാച്ച് എടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ ബാക്കിയുള്ളതും കൂടി കുറച്ചായി എടുക്കണം കേട്ടോ. ഞാനിപ്പോൾ എല്ലാ ഇതിലും ചെയ്യുമ്പോൾ ഞാൻ കുറച്ച് എണ്ണയെ വെക്കാറുള്ളൂ, ബിക്കോസ് ഓയിൽ വന്നിട്ട് റീയൂസ് ചെയ്യില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ആവശ്യത്തിനനുസരണം നോക്കിയിട്ടേ ഒഴിക്കുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് എൻ്റെ ഇതിലൊക്കെ എല്ലാത്തിലും ഓയിലൊക്കെ കുറച്ചേ കാണുള്ളൂ, ഒരുപാട് അങ്ങോട്ട് വെക്കില്ല. ഓക്കെ, സോ ഇത് അടിപൊളി ഒരു സ്നാക്കാണ്. പിന്നെ നമുക്ക് അധികം എണ്ണയൊന്നും കുടിക്കില്ല. അത് അപ്പം ഉണ്ടാക്കിയെടുക്കുമ്പോൾ അത് എണ്ണ വന്ന് ഒരുപാട് അബ്സോർബ് ചെയ്യൂല കേട്ടോ. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ഈ ഉള്ളിപ്പക്കോട. ഫീഡ്ബാക്ക് അറിയിക്കൂ. ഓക്കെ, നിങ്ങൾ എന്തൊക്കെ ഇട്ടത് എന്താണെന്നുള്ളത്. ഹാപ്പി കുക്കിംഗ്.